അടുത്തതായി പാടാൻ വരുന്നത് ഗൗരിക്കുട്ടിയാണ്. ഓക്കെ, ട്രിവാൻഡ്രത്ത് നിന്ന്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ഗൗരി. ഹലോ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ സീനിയർ. താങ്ക് യു. ഗൗരിക്കുട്ടി എവിടെ നിന്നാണ് ഗൗരി? ട്രിവാൻഡ്രം. എന്താണ് ഹോബീസ്? എന്തൊക്കെയാണ് ഗൗരിയുടെ? ഉറങ്ങും. അത് ഹോബിയാണ്. എന്തൊക്കെയാണ് ഹോബീസ്? ഉറങ്ങും, കഴിക്കും, പാട്ട് കേൾക്കും. ആ, ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാ ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത്. ഗൗരി എന്താ ചെയ്യണേ? CMA USA ക്വാളിഫൈഡ് ആണ്. ഞാനിപ്പോ കോട്ടയത്ത് CMA USA കോട്ടയത്ത് CMA USAയുടെ മെന്ററായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഇവിടെ കിട്ടിയത്. അങ്ങനെ ഇപ്പം ജോലി വേണ്ടെന്ന് വെച്ചു. വച്ചില്ല, വെക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഗൗരി നമ്മുടെ വൈഷ്ണവിനെ ഹെൽപ്പ് ചെയ്ത കുട്ടിയാണ്. അത് മറക്കരുത്. അതെ, അതിനൊരു വലിയ കൈയടി ഒന്നും അവിടെയാണ് നമ്മള് ഗൗരിയുടെ വോയിസ് ഫസ്റ്റ് കേൾക്കുന്നത്. ഓൾറെഡി നമ്മൾ കേട്ടു വോയിസ്. അപ്പൊ ഈ ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടാന്ന് പറയുമ്പോ എങ്ങനെയാ അത്? വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ അങ്ങ് ഉറങ്ങിക്കളയോ? എനിക്കിപ്പം കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും വെറുതെ ഇരിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഉറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഉറങ്ങാൻ മടി പിടിച്ച ജന്മമാണ്. കൊറേ കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോ ജോലി ഉണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കാൻ ഇഷ്ടം. പിന്നെ ഫുൾ ടൈം ഉറങ്ങും. അല്ല, എന്തെങ്കിലും ക്രിയാത്മകമായിട്ട് ചെയ്യണ്ടേ ജീവിതത്തില്? ചെയ്യണം. അതിനെങ്ങനെ ഉറങ്ങിയാല്? ഉറങ്ങുമ്പോഴാണ് ചിന്തകൾ വരുന്നത്. ഇത് ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ സിസ്റ്റം ആയി പോയല്ലോ. അല്ല, ടെൻഷനൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങ് ഉറങ്ങും. ഫുഡ് കഴിക്കാൻ പറ്റില്ല, പക്ഷെ ഉറങ്ങാൻ പറ്റും. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ കിട്ടാണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പാട്ടുകാരിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഉറക്കമാണ്. അതില് എനിക്കൊന്നും പറയാനില്ല. നമുക്കൊന്നും ഉറക്കമില്ലടാ. നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതൊരു മഹാഭാഗ്യമാണ്. സത്യം. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചി എന്താ ചെയ്യണേ? ചേച്ചി ഇപ്പൊ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുവാണ്. അച്ഛൻ ആർമിയിലായിരുന്നു. അമ്മ താരാട്ട് പാടിത്തരും. നീ ഫുൾ ടൈം ഉറങ്ങുകയാണല്ലോ. ആർമിയിൽ നിന്ന് പിന്നെ പോലീസിൽ കയറി. ഇപ്പൊ റിട്ടയർഡ് ആയി. 1 വർഷമായി റിട്ടയർഡ് ആയിട്ട്. റിട്ടയർഡ് ആയി, കുഴപ്പമില്ല. അച്ഛൻ യുദ്ധത്തിന്റെ കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ട്. കഥയല്ല, കഥ. പറഞ്ഞ യുദ്ധം. സോറി, കഥ അന്ന് ഞാനും ചെറുതായിരുന്നല്ലോ. ആർമിയിൽ നിന്ന് റിട്ടയർ ആയി വന്ന സമയത്ത്. അപ്പൊ ഉറങ്ങുമായിരുന്നു. സമയമില്ല. അച്ഛൻ കഥ പറയാൻ വന്നപ്പോ ഞാൻ ഉറങ്ങുകയായിരുന്നു. അച്ഛൻ യുദ്ധത്തിലായിരിക്കുമ്പോഴും ഞാൻ ഉറങ്ങുമായിരുന്നു. ഞാനപ്പം അല്ല, ആ സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. ജനിച്ചപ്പോ മുതൽ ഉറക്കമാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ വൈശാലി എന്ന മൂവിയിലെ ഇന്ദ്രനീലിമയോലും എന്ന സോങ് ആണ്. സൂപ്പർ സോങ്. ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കാം ഗൗരിക്കുട്ടിയുടെ പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
എന്ത് ബ്യൂട്ടിഫുൾ വോയിസ് അല്ലേ ഗൗരിയുടെ. ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. നന്നായി പാടി. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു പാട്ടൊക്കെ എടുക്കാൻ എന്തായിരുന്നു ആ ഒരു ധൈര്യം? മുന്നേ കുറെ സ്റ്റേജിൽ പാടി ധൈര്യത്തിലാണ് എടുത്തിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി പഠിച്ചു വെച്ചതൊക്കെ പൊട്ടത്തെറ്റായിരുന്നു എന്നുള്ളത്. പക്ഷെ രൂപേഷ് സാറും രജി മാമും കുറെ കഷ്ടപ്പെട്ടു ശരിയാക്കാൻ. പക്ഷെ ഓൾറെഡി രജിസ്റ്റർ തോറ്റു. ഓൾറെഡി ഇങ്ങനെ മനസ്സിൽ വെച്ചിരുന്ന കാരണം കുറെയൊക്കെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവര് പറഞ്ഞു തന്ന പോലെയൊക്കെ പാടാൻ പറ്റിയോ? ഇല്ല, പറ്റിയില്ല. ഇല്ല, അയ്യോ ഇല്ല ഇല്ല, പറ്റില്ല എന്ന് പറയുന്നു. വിചാരിച്ച പോലെ ഒന്നും പാടാൻ പറ്റിയില്ല. ഓക്കെ, ചോദിച്ചു നോക്കാം. ശരത് സർ, ഈ വിചാരിച്ചതുപോലെ പാടാൻ പറ്റിയില്ല. എന്താണ് വിചാരിച്ചത്? നന്നായിട്ട് പാടും എന്നാണ്, അങ്ങനെയോ? അയ്യ, അങ്ങനെയല്ല. പിന്നെ ഓൾറെഡി നല്ല ടെൻഷൻ ആയതുകൊണ്ട് പ്രശ്നങ്ങൾ വരും എന്നറിയായിരുന്നു. ഇല്ല, അങ്ങനെ ടെൻഷൻ ആകുമ്പോൾ നമുക്ക് പ്രശ്നം വരണമെന്നുള്ളത് നിർബന്ധമൊന്നുമില്ല. അത്രയും ടെൻഷൻ വെച്ചിട്ട് കൂളായിട്ട് പാടി പോയിട്ടുണ്ട് പലരും. അപ്പം അങ്ങനെയൊന്നും നമുക്കൊരു ടെൻഷൻ ആവുന്നതുകൊണ്ട് പ്രശ്നം വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ കേസ് കൊടുക്കും, അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അത് നമ്മുടെ തലയെഴുത്താണ്. ഒരു പെർഫോമൻസ് നന്നാവുമെന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇനി എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ നന്നായിട്ട് പാടും, ഉറപ്പായിട്ട്. ഞാൻ അനുഭവസ്ഥനാണ്, അതുകൊണ്ടാണ് പറയുന്നത്. കണ്ണ് തുറക്കാൻ അറിയില്ലേ? അപ്പോൾ വല്ലപ്പോഴെങ്കിലും ഞങ്ങളെയൊക്കെ നോക്കണം. ഞങ്ങൾ ചത്തോ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയോ, അങ്ങനെ എന്തെങ്കിലും നോക്കണ്ടേ? ആ, അത് ഫുൾ ടൈം കണ്ട് ഇറുക്കി അങ്ങ് അടച്ചേക്കുക. എന്താ അങ്ങനെ അടച്ചു വെച്ച് പാടുന്നേ? ഇഷ്ടമല്ല ഞങ്ങള്. അങ്ങനെയല്ല, പിന്നെ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ആസ്വദിച്ച് പാടിയതാ. അത് ഉറക്കത്തിന്റെയാണ് അത്. അല്ല, കൂർക്കം വലിച്ചു എൻ്റെ ഇടയിൽ. പിന്നെ അതല്ല, അങ്ങനെ നമ്മളെയൊക്കെ ഇടയ്ക്ക് നോക്കാം. എടാ, കണ്ണടച്ചോ, കുഴപ്പമില്ല. ചില സമയത്ത് നമുക്ക് കണ്ണടച്ചാലേ ആ കോൺസെൻട്രേഷൻ കിട്ടത്തുള്ളൂ. പക്ഷെ ഫുൾ ടൈം ഇങ്ങനെ അടച്ചിരുന്നാല് ക്ഷീണം. അങ്ങനെയാണ് എപ്പോഴും പാടാറ്. ഉറങ്ങി ശീലിച്ചിട്ടാണ്. മിക്കപ്പോഴും ഇങ്ങനെ കണ്ണടച്ച് പാടാറുണ്ട്. അതൊരു നല്ല ശീലമല്ലേ, കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പാടുക. സുന്ദരിയല്ലേ ഗൗരി? എങ്ങനെയാണ് സ്വയം റേറ്റ് ചെയ്യുന്നത്? സൗന്ദര്യം ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? കുഴപ്പമില്ല, നല്ല സുന്ദരിയാണ് ഗൗരി. അപ്പൊ അത് ചിരിച്ച് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പാടും. അപ്പോൾ നമ്മുടെ ജനങ്ങൾ കാണുന്നവരെങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് നമുക്കൊരു ധാരണ കിട്ടും. ഇത് കണ്ണാടിയുടെ മുമ്പിൽ പോയി കണ്ണടച്ച് നിൽക്കാനല്ല, കണ്ണു തുറന്ന് നോക്കണം കേട്ടോ. അത് അപ്പോഴേ നല്ലൊരു രസം ഉണ്ടാകത്തുള്ളൂ. ഞാനിതുപോലെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ കച്ചേരി. ഞാൻ വിചാരിച്ച സ്വാമി പൊക്കാണോ, അവിടെ ഇരിക്കുന്നു. ഞാൻ ഒരു ഒറ്റ അടയം കടച്ചു 2.5 മണിക്കൂർ. കാര്യം എനിക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയെ കണ്ടാൽ പാടാൻ പറ്റത്തില്ല, ഉള്ള കോൺഫിഡൻസ് മുഴുവൻ പോകും. കണ്ണ് ഇറുക്കെ അടച്ച് എന്നിട്ട് പാടി. കാര്യം അത് പേടിയുണ്ട്. ഇതിപ്പോ ഞങ്ങളെല്ലാം നല്ല ഫ്രണ്ട്സ് അല്ലേ? അപ്പൊ ഞങ്ങളെയൊക്കെ നോക്കണ്ടേ ഇടയ്ക്ക്? കണ്ണ് തുറക്കുക കേട്ടോ. അപ്പൊ അതാണ് പ്രധാനം. പിന്നെ നന്നായിട്ട് തന്നെ പാടി. ഒരു ഒറ്റ കാര്യം ശ്രദ്ധിക്കാം, ശ്രുതി ഒന്ന് നോക്കിക്കൊള്ളാം, വേറൊന്നുമില്ല. പിന്നെ ചില ഐറ്റങ്ങൾ അത് ഇപ്പം തുടക്കമല്ലേ, നമ്മളത് പറയുന്നില്ല. നമുക്ക് ഇനി വഴിയാൻ വേണം, ഞങ്ങൾ പിടിച്ചോളാം കേട്ടോ. അപ്പൊ ഇനി കണ്ണ് തുറന്നിരിക്കുമല്ലോ, പ്രോമിസ്. പാറു നോക്കണം, ഇല്ല പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കണ്ണി കൈയിട്ട് കുത്ത്. ചേച്ചി ഗൗരിക്കുട്ടി നന്നായി പാടി. താങ്ക് യു മാം. എനിക്ക് ഒന്നാമത് ഗൗരി ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ആൾക്ക്. ഒരു നല്ല ഒരു ബോഡി ലാംഗ്വേജ്. ഉള്ളിൽ ടെൻഷനാണോ ഒന്നും എനിക്കറിയില്ല, പക്ഷെ പുറമേ കാണുമ്പോൾ ആള് നല്ല കോൺഫിഡന്റ് ആണ്. നേരത്തെ ഫസ്റ്റ് വന്ന് ആ ഡ്യുവറ്റിൽ തന്നെ ആള് ഒരു സിഗ്നേച്ചർ ഇട്ടു. ഈ പാട്ട് നന്നായി പാടി, നല്ല ഈസി ആയിട്ട് പാടിപ്പോയി. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കണം, പഠിച്ച് തുടങ്ങുന്നല്ലേ ഉള്ളൂ. അല്ലാതെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റില് ഈ പാട്ട് എനിക്കിഷ്ടമുള്ള ഒരു പാട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ മെലഡി. അത് മോള് അസലായിട്ട് പാടി. തുടങ്ങിയ ആലാപ്പും എല്ലാം തന്നെ പല ഭാഗങ്ങളും വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അനായാസമായിട്ട് പാടിപ്പോയി. അത് അത്ര ഈസി ആയിട്ട് പാടാൻ പറ്റിയ ഒരു സാധനം അല്ല. അത് കേൾക്കുന്ന അത്ര ഈസി അല്ല. നല്ല ഒരു സോഫ്റ്റ് സ്മൂത്ത് പാട്ടെന്ന് വിചാരിക്കുമെങ്കിലും പാടാൻ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ പല റേഞ്ചിലും പോകുന്നുണ്ട് ഈ പാട്ട്. അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു, നന്നായിട്ട് പാടി. വെരി ഗുഡ് അറ്റംപ്റ്റ്. ഓക്കെ. പിന്നെ സുന്ദരിയായിട്ടുണ്ട്. ഈ ഒരു ഹെയർ സ്റ്റൈലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ. ഇനിയിപ്പോ ഒരുപാട് പരീക്ഷിക്കാം നമുക്ക്. നമ്മുടെ യാത്രയില് ഒരുപാട് കോസ്റ്റ്യൂംസിലും ഡ്രസ്സിങ്ങിലും എല്ലാം അടിച്ചു പൊളിക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക. ഹായ് ഗൗരി. ഹായ് സർ. ഗൗരി നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. കേട്ടോ, നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ഗ്രേറ്റ് കോറസ്.
ഒക്കെ നല്ല സിങ്കിൽ തന്നെയായിരുന്നു, എവിടെയും പാളിപ്പോയിട്ടൊന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള സിങ്ക് വാസ് റിയലി ഗുഡ്. അത് അഗൈൻ നമ്മൾ പറഞ്ഞില്ലേ, ഇത് ഫസ്റ്റ് ഡേ ആണ്. ഇനി അങ്ങോട്ടേക്ക് പോകെ നിങ്ങളുടെ ഗ്രൂമേഴ്സ് നിങ്ങൾ ഒരുപാട് എല്ലാ രീതിയിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ എഴുതിയത് ഐസ് ക്ലോസ്ഡ്, കണ്ണ് തുറന്നിട്ടേ ഇല്ല. ഏതോ ഒരു സമയത്ത് BG വന്ന സമയത്തെങ്ങാണ്ട് ഒന്ന് തുറന്ന് എല്ലാവരും അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ, പാട്ട് വന്നപ്പോ ഒറ്റയാടാ. അപ്പൊ ഇത് ശരത്തേട്ടൻ പറഞ്ഞാൽ തന്നെ മോളെ, ഇതൊരു വിഷ്വൽ മീഡിയ ആണ്. ആളുകൾ കാണുമ്പോൾ എങ്ങനെ കണ്ണടച്ച് പാടുന്നൊരു കുട്ടി ഐസ് എക്സ്പ്രസീവ് ആയി കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കര ചേഞ്ച് ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കാം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. വേറെ അങ്ങനെ കാര്യമായിട്ട് ഞാൻ വേറെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ശാരിക. ഗൗരി ഇപ്പൊ പാട്ട് പഠിക്കുന്നുണ്ടല്ലോ? ഇപ്പൊ ഞാൻ കുറച്ച് വർഷമായിട്ട് കൊറോണയ്ക്ക് ശേഷം സ്റ്റഡീസ് കാരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ. ഓ, അപ്പൊ കുറെ നാളായല്ലോ. അതെ, ഇനി പൊടിത്തട്ടി വീണ്ടും. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും മാർക്സ് ചോദിക്കാം. മഞ്ജരി ചേച്ചി. ഗൗരി കുട്ടിക്ക് ഇന്നത്തെ ഈ പെർഫോമൻസിന്, ഈ തുടക്കത്തിന് 8.2. താങ്ക് യു ചേച്ചി. ശരത് സർ. ഗൗരി സർ. 8 മാർക്സ്. താങ്ക് യു ശരത് സർ. ഷാനിക. ഗൗരി സർ. 8.1. താങ്ക് യു സർ. ഷാനിക. ഓക്കെ, സോ ടോട്ടൽ 24.3. താങ്ക് യു. പെട്ടി മറക്കരുത്. നമ്മളെല്ലാരും പെട്ടി മറക്കുന്നു ഗൈസ്. സംഗതി പെട്ടി, മഞ്ചരി പെട്ടി, അവസരപ്പെട്ടി എല്ലാം അവിടെ ഇരിക്കുക. അവസരപ്പെട്ടിയുടെ അകത്ത് എന്താന്ന് മാത്രമേ ജനങ്ങൾക്ക് അതെ, നമുക്ക് ബാക്കി തുറക്കണ്ടേ? കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇത് അവസരപ്പെട്ടിയാവും. ഒന്ന് ഉഷാറായാൽ നമുക്ക് ഈ പെട്ടികളെല്ലാം തുറക്കായിരുന്നു. അതെ, ഞങ്ങൾക്കൊരു ചാൻസ് തരൂ. ഗൗരി ഒന്ന് കണ്ണു തുറന്ന് പാടിയാൽ ചിലപ്പോ നടക്കുമായിരിക്കും. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.